എന്നിട്ടാണ് ഫുള്ള് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ, ഒരു ഫുൾ മീൻ മേടിച്ചിട്ട്, അതായത് അച്ചാറിടണ മീനില്ലേ, ഞാനിപ്പോൾ ഇവിടെ കൂടുതലാണ് മേടിച്ചിട്ടുള്ളത്, അത് മേടിച്ചിട്ടൊന്ന് അച്ചാറിടണമെന്ന്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടും മേടിക്കാറില്ല, കുറച്ച് പീസ് ഇങ്ങനെ കറി വെക്കാൻ മാത്രമാണ് മേടിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുള്ള് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സൂചേട്ടൻ. മേടിക്കാൻ വേറെ കാരണമൊന്നുമല്ല, അച്ഛൻ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ അച്ഛൻ വരുന്നുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അച്ഛന് കറി വെക്കണമല്ലോ, അപ്പോൾ അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീനാണ് കുടുത. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു, എടിയും കുറച്ചായിട്ടില്ല, വലിയൊരു മീനാണുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അത് വാങ്ങിച്ചോ, നമുക്ക് പകുതി അച്ചാറിടാമെന്ന് പറഞ്ഞു കേട്ടോ. അത് നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അത് നന്നാക്കണം. നന്നാക്കി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇപ്പോൾ 6:45 6 മണിക്കെങ്കിലും എണീക്കണം എന്ന് വിചാരിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എണീക്കാൻ നോക്കും തുമ്പി എണീക്കും, പിന്നെ അവളൊന്ന് കിടത്തി ഉറക്കി, അവളെ എണീറ്റ് കഴിഞ്ഞതൊന്നും നടക്കില്ല. മീനൊക്കെ കുറേ നന്നാക്കാനില്ലേ. അപ്പോൾ ഞാൻ ബാക്ക് വശത്തിട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ. അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചെല്ലട്ടെ. നല്ല തണവുണ്ട് ഇവിടെ, നല്ല രസമുണ്ട്. അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുന്നതെന്നറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാൽ ഞാനതൊന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഈ കിടക്കണ ഇവനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താരം, നമ്മുടെ ചൂരക്കുട്ടപ്പൻ. അങ്ങനെ ഇന്നലെ തന്നെ സുധിച്ചേട്ടൻ വൈകുന്നേരം ഈ ഫുള്ള് ചൂര മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റായ ശേഷം ഒരു ഒലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോരുന്ന് എല്ലാവരും പറയണ കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴും അങ്ങനെ പറയണ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് മാറാതെ വെള്ളത്തിലൊന്നും ഇടാണ്ട് അങ്ങനെ പാടെ തന്നെ വാഴയിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇത് മുറിച്ചെടുക്കാനുള്ളൊരു പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ മുഴുവനും നമ്മുടെ മീൻകാരൻ ചേട്ടന്മാർ പുഷ്പം പോലെ ടക്കേന്ന് ഇത് മുറിച്ചെടുത്ത് നല്ല കറി കഷ്ണം പോലെ നമുക്ക് തരുമല്ലോ, ആ ലെവലിൽ എനിക്കും ഇത് പുഷ്പം പോലെ പറ്റുന്നുള്ള ലെവലിലാണ് ഇത് ഞാൻ ആരംഭിച്ചത്. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഗൈസ്, ഇത് നമുക്ക് പറ്റണ പണിയല്ല. അവസാനം സുധിച്ചേട്ടൻ വരെ വിളിക്കേണ്ട ഒരു സാഹചര്യം വന്ന് പിന്നെന്ത് ചെയ്തു, എങ്ങനെയൊക്കെയോ ഞാൻ തലകുത്തി മറിഞ്ഞ് ഇതിൻ്റെ തൊലി ഒലിച്ച് കളഞ്ഞിട്ടോ. നമ്മൾ തൊലി പോരുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ കൈ കൊണ്ട് നമുക്ക് ഈ മീൻ പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കൈ ഭയങ്കരമായിട്ട് മരവിക്കും. ഇത് ഐസം കട്ടല്ലേ, അങ്ങനെ ഒരു തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തൊലിയൊക്കെ ഒലിക്കുന്നത്. ഇത് നിങ്ങൾ വേഗം കണ്ട് തീർക്കണ പോലെയല്ല, ഞാനിത് 1/4 മണിക്കൂർ എടുത്ത് ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് തീർക്കാൻ കേട്ടോ. നമ്മൾ മീൻ മേടിക്കുമ്പോൾ ഇതൊക്കെ മുറിച്ചിട്ടല്ലേ മേടിക്കുക. അപ്പം നമ്മൾ ഈ പെടാപ്പാട് പെടുന്നില്ലല്ലോ, ഇത് ആദ്യമായിട്ടാണ്. പിന്നെ വീഡിയോ കൂടെ ചെയ്യണല്ലേ എന്ന് കരുതിക്കൊണ്ട് ഞാൻ സൂചിച്ചേട്ടനോട് വലിയ കാര്യത്തിൽ പറഞ്ഞാണ്, ഇത് നന്നാക്കിയൊന്നും തരണ്ട, ഞാൻ നന്നാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂചിച്ചേട്ടൻ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നീ ഇത് പറയാമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റില്ല, യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് മുറിക്കേണ്ടതൊക്കെ. പക്ഷേ നമ്മൾ യൂട്യൂബിൽ നോക്കണ പോലെ എന്നല്ലട്ടോ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇത് ഭയങ്കര പാടാണ്. എനിക്ക് നല്ല പാടായിരുന്നു കേട്ടോ, കാര്യം പറയാലോ. ഞാൻ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 2 ഭാഗത്തെയും തൊലി മുറിച്ചിട്ട് പിന്നെ തല മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞു ക്യൂബ്സ് നമ്മൾ കട്ട് ചെയ്യണമല്ലോ, അതെടുത്ത് കേട്ടോ. പിന്നെ ബാക്കി എല്ലാ കഷ്ണങ്ങളും നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് മാത്രമായിട്ട് ഏകദേശം ഒരു 1 കിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അച്ചാറിനെടുത്തത്. അതിനിടയിൽ വരുന്നൊരു 3/4 കിലോ ഒന്നും തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അളവറിയില്ല. കുറച്ചെടുത്തുള്ളൂ കേട്ടോ അച്ചാറിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എന്നിട്ട് ആ കറിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ, നമ്മൾ തന്നെ മുറിച്ച് നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ 1 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ആ കറിയിൽ നമ്മൾ തിന്നുമ്പോൾ കിട്ടുന്നൊരു സായുജ്യമടങ്ങാന്നൊക്കെ പറയില്ല. ഞാൻ കുറേ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും നമ്മൾ മുറിച്ച്
കറി വെക്കണം ഗൈസ്. അല്ലാണ്ട് എന്നെ പോലെ മുറിച്ച് വാങ്ങിച്ചിട്ട് എളുപ്പപ്പണി നോക്കിയല്ല ചെയ്യേണ്ടത്. അങ്ങനെ എളുപ്പപ്പണി നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു നാൾ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ ഒരു കഷ്ടപ്പെടലായിരുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്നിട്ട് അച്ചാറിനുള്ള കഷ്ണങ്ങൾ മുറിച്ചതിന് ശേഷം പിന്നെ കറിക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ മുറിക്കാൻ കേട്ടോ. അപ്പോൾ തല മുറിക്കുന്ന സമയത്ത് സൂചേട്ടൻ ആ സൈഡിലൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുറുക്കി ഇങ്ങനെ മുറിക്കുന്നൊക്കെ ആൾ പറയുന്നുണ്ട്. പിന്നെ തല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എൻ്റെ കയ്യിൽ മുള്ള് കയറുമെന്നുള്ളൊരു പേടി കൊണ്ട് സൂചേട്ടൻ പറഞ്ഞാൽ ഞാൻ മുറിച്ചു തരാമെന്ന് പറഞ്ഞ് കുറച്ചേരം സൂചേട്ടൻ്റെ കൊടുത്തിട്ട് സൂചേട്ടനെ മുറിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ വീഡിയോ എടുക്കണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. എല്ലാ പണികളും മീൻസ് നന്നാക്കൽ പരിപാടികൾ കഴിഞ്ഞു. ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. നമ്മൾ വാഴയിലിട്ടുകൊണ്ട് വലിയ കാര്യത്തിന് അവിടെ മോശമായില്ല. അങ്ങനെ എന്ത് ചെയ്തു, കുറേ പ്രാവശ്യം കഴുകേണ്ടി വന്നിട്ട് ചൂരൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് തേച്ചൊടിച്ച് കഴുകി നേരെ ഇനി അടുക്കളയിലോട്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കണം, അതേപോലെ തന്നെ കറി വെക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. രാവിലത്തെ ഒരു ചായ പോലും ഉണ്ടാക്കാണ്ടാണ് ഈ മീൻ മില്ലിരുന്നത്. അപ്പോൾ സൂചേട്ടൻ വന്നിട്ട് ഞാൻ ഈ ഒരു മീൻ നന്നാക്കണ കണ്ടുകൊണ്ട് ആൾ പോയി TV കണ്ടു കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തത്. കാരണം ഇതൊന്ന് മുളക് പരട്ടി വെക്കണമല്ലോ, കുറച്ച് നേരം മുളക് പരട്ടി ഇരിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് മുളകൊക്കെ പരട്ടി നമ്മൾ സാധാരണ മുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് മൂടി അവിടെ വയ്ക്കുക. അതിനുശേഷം ഞാൻ സൂചേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് കേട്ടോ പിന്നെ ഇത് ചെയ്തത്. അപ്പോൾ ആൾ കുളിക്കുന്ന നേരം കൊണ്ട് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ കറി വെക്കണം. ചൂരക്കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കഴിക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ സവാള ഇട്ട് ഇടുന്നത്, ഉള്ളി ഇട്ടില്ല. സവാള ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി മുഴുവൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3-4 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അധികം എടുക്കാം കേട്ടോ. പിന്നെ അത് ഇവിടെ ഇതിൽ കുടപ്പുളിയാണ് ഇടുന്നത്. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇടാം കേട്ടോ. ചൂരക്കറിയാണ് വെക്കുന്നത്. വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലേ, എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിക്കണം, അല്ലെങ്കിൽ ചട്ടി പുകയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ മീൻകറി വെക്കുമ്പോൾ ചട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകയാറുണ്ട്. പിന്നെയാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പഠിച്ചത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്ട് ഒരു വിധം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം തന്നെ ഉലുവിടാട്ടോ. ഉലുവയാണ് ഈ ഒരു ചൂരക്കറിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റി മേക്കർ എന്ന് പറയാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. എന്നിട്ട് ഉപ്പിട്ടിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടിടുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ അത്രയും ഇട്ടാൽ മതി കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടുക. ഞാനിവിടെ കുറച്ച് മുളക് പൊടി കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. സൂചന അധികം എരിവ് അങ്ങോട്ട് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുടപ്പുളി വെള്ളത്തിലിടാൻ മറക്കരുത് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ടുള്ള ആ കുടപ്പുളി അതിലേക്ക് ഇടുക. പിന്നെ ചൂടുവെള്ളം ഒഴിക്കാൻ മറക്കരുത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടേസ്റ്റ് കൂട്ടാന്നുള്ളത്. ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. പിന്നെ ആ ഒരു പൊടി ചൂടാക്കിയ പാത്രത്തിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇതിട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും വെള്ളം തിളക്കാൻ തുടങ്ങും. തിളച്ചിട്ട് വേണം കേട്ടോ മീൻ ഇടാനായിട്ട്. അപ്പോൾ തലക്കഷ്ണം എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. തലക്കഷ്ണമൊക്കെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവർ മുറിച്ച് തരുമ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ മുറിച്ചുകൊണ്ട് കറക്റ്റ് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി. കണ്ണൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മീൻകറിയുടെ കണ്ണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൂചിച്ചേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ളത് ആ ഒരു തലക്കഷ്ണമാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, അതവിടെ തിളക്കാനുള്ള സമയം കൊണ്ട് ഞാൻ ഇന്നലെ നൂലപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലൊരു 3-4 നൂലപ്പം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട എന്ന് വെച്ചിട്ട് അതൊന്ന് ആവി കയറ്റാണ്. പിന്നെ ഇന്നലെ രാത്രി ബീഫ് കറി വെച്ചതിൻ്റെ കുറച്ച് ചാറും 2-3 കഷ്ണവും ഉണ്ട്. അപ്പോൾ കഷ്ണവും ചാറും കൂടി സൂചിച്ചാണ് കൊടുത്തുവിട്ടെ ഞാൻ. പിന്നെ ചാറും നൂലപ്പം കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉലുവ പൊടിച്ചതൊന്നും ഇടാം. എന്നിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. ആ ഉലുവ പൊടിച്ചതിടുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ഇനി വേറെ പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഓഫ് ചെയ്ത നേരം കൊണ്ട് ഞാൻ ചോറ് വെക്കാണ് കേട്ടോ. ചോറ് ഓൾറെഡി സൂചിച്ചേട്ടന് കൊണ്ടുപോകാനുള്ളത് ഇന്നലത്തെ രാത്രി വെച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടാണ് സൂചിച്ചേട്ടന് കൊടുത്തത്. ഇത് അച്ഛൻ വരുന്നത് പ്രമാണിച്ച് നമ്മൾ വേറെ പുതിയ ചോറ് ഇട്ടതാണ് കേട്ടോ. ഞാൻ അച്ഛൻ വരുന്നില്ലെങ്കിൽ ഞാൻ ചോറ് വെക്കില്ല. കാരണം എനിക്ക് 2 മണിക്ക് ഇരിഞ്ഞാലക്കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് വെച്ചു. ചോറ് വെച്ചിട്ട് എന്ത് ചെയ്തു, പിന്നെ ബാക്കി ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ അതാണ് ഇനി എൻ്റെ ഒരു കുറച്ച് പണികളുള്ളത്. ഇനി എനിക്ക് പോയി കുളിക്കണം. പിന്നെ അപ്പോഴേക്കും സൂചിച്ചേട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൂചിച്ചേട്ടൻ നൂലപ്പം കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സുക്രുവിൻ്റെ വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സുധിച്ചേട്ടന് കൊണ്ടുപോകാനുള്ളതും അതിൻ്റെ ഇടയ്ക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. സുധിച്ചേട്ടനാണ് ഇന്ന് സുക്രു നേഴ്സറിയിലാക്കുന്നത്. ഇന്ന് എനിക്ക് ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം ചെയ്യേണ്ടി വന്നു. കാര്യം എന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഹലോ, അപ്പോൾ സുധിച്ചേട്ടനും സുക്രമണിയൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചു.
അതിനുശേഷം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അച്ഛനോട് ഞാൻ ഇച്ചിരി നേരത്തെ വരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് കടയിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ 2 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എന്തുട്ടാ അതിന് മുന്നേ അച്ചാറിട്ട് വെക്കണം കേട്ടോ. ഞാൻ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് അച്ചാറിടണം. അതേ തുമ്പിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. തല കുളിപ്പിച്ചില്ല. തല ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഞാൻ കുളിപ്പിക്കാറുള്ളൂ. കാരണം അവർക്കിപ്പോൾ വിട്ട് മാറാണ്ട് ഭയങ്കര ജലദോഷവും ചുമയൊക്കെയാണ്. അപ്പോൾ ഞാൻ തലയിൽ അധികം കുളിപ്പിക്കാറില്ല. അപ്പോൾ ദേ മുടിയൊക്കെ കെട്ടിവെച്ച് ഞാൻ സുന്ദരിയാക്കിയതാണ്ട. മുടിയൊക്കെ കെട്ടിവെക്കണ തുമ്പിക്ക് അലർജിയാണ്. അപ്പം മുടി അഴിച്ചു. പിന്നെ എന്തിട്ടാ പൊട്ട് കുത്തിയിരിക്കണ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതും മായ്ച്ചളയട്ടെ. അവൾക്ക് എന്തോ വാശി പോലെയാണ് കേട്ടോ പൊട്ട് മായ്ച്ചളയിലും മുടി ഊരിക്കളയിലും. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ദേഷ്യമൊക്കെ പെട്ട് ഇതൊക്കെ ആക്കി വെക്കും. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മീനച്ചാർ ഇടാം കേട്ടോ. എന്നിട്ട് അത് വറുക്കാനിട്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ നൂലപ്പം ബാക്കിയുണ്ടായിരുന്നു, അത് ആവി കയറ്റി. പിന്നെ ഇന്നലെ വൈകുന്നേരം ബീഫ് കറി ഉണ്ടായിരുന്നു. അന്നത്തെ ബീഫ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് ഇന്നലെ ഞാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ സൂചിച്ചായിട്ടും ചോറും ബീഫ് കറിയാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബീഫ് കറി ബാക്കിയുണ്ടായിരുന്നു. അതൊന്നും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നീട്ടി വെച്ചിട്ട് കുറച്ച് സൂചിച്ചായിട്ട് കൊടുത്തു. പിന്നെ ഒരു നൂലപ്പാട്ട ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിച്ച് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഊറ്റി വയ്ക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് കുറച്ചധികം പണികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ. തുമ്പിനെ ഞാനിവിടെ ബാലവീർ കാണിച്ച് ഇവിടെ ഇരുത്താന്ന് വിചാരിച്ചു. പിന്നെ വലിയ വാശിയൊന്നുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കണ്ടോണ്ടാ ചാർജർ താമ്പ് അച്ഛനോട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ വരുമ്പോൾ പിന്നെ അച്ഛൻ നോക്കിക്കോളാം അവളെ. നമുക്ക് എന്തുട്ടാ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാട്ടെ. എൻ്റെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം സമാധാനപരമായ അച്ചാറിടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചട്ടിയിൽ നോൺ സ്റ്റിക്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, വറുക്കുന്നത് മാത്രം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ മുളക് പുരട്ടിയിട്ടുള്ള മീനില്ലേ അത് അതിലേക്ക് ഇടാൻ നല്ല മുരമുരാന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. കരിയാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിമും ആവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അത് ഒരു വെള്ളമില്ലാത്തൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ ഇന്ത്യാലയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തത്. അച്ചാർ ഇന്ത്യാലയത്തിൻ്റെ ഇടാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ആ പകുതി എണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എന്തിടാം, ഉലുവിടാം കേട്ടോ. ഉലുവിടാം, അതേപോലെ തന്നെ കടുകിടാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചധികം തന്നെ ഒരു 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് വലിയ കഷ്ണമായിട്ട് ഇട്ടത്, പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലേക്ക് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട്, ഇതും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. പിന്നെ ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. ഞാൻ കുറച്ച് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഭയങ്കര എരിവ് വലിയ പിടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് നന്നായിട്ട് എരിവിടണം കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിടാൻ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കട്ടെ. വളരെ സിമ്പിളാണ് ഈ ഒരു സംഭവം. നമ്മൾ ആ ഒരു നന്നാക്കണ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇതിൽ ടഫായിട്ടുള്ളത്. അച്ചാറിടാന്നുള്ള വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചൊറുക്കേണ്ടോ ചേർക്കേണ്ട ചൊറുക്ക. ഇതിൽ ഞാൻ 1 കപ്പ് ചൊറുക്ക ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 കപ്പാണ് ചൊറുക്ക ഒഴിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു വെള്ളം നിങ്ങൾ നോക്കണ്ട. കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ ആറുമ്പോൾ നല്ലോണം ഒരു കുറുക്ക് രൂപത്തിലാവട്ടെ ഈ ഒരു സംഭവം. അപ്പോൾ നല്ല പുളി ഉണ്ടാവും ഈ ഒരു ചൊറുക്ക ഒഴിക്കുമ്പോൾ. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പും മുളകും എല്ലാ പൊടികളും നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യാട്ടോ. അത് ആ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ പരുവം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടാറിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭരണിയിലൊക്കെ ആക്കി വെക്കണ്ട കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛന് ഫുഡൊക്കെ കൊടുക്കട്ടെ.
ഒരു ലോഡ് സാധനങ്ങൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ്, അങ്ങനെ ഫ്രൂട്ട്സ്, ഒരുപാട് പഴങ്ങൾ അങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കലശപ്പൊടി ഏതോമ്പലത്തിന് കിട്ടിയതായിരിക്കും. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം ഞാനിപ്പോൾ പോകുമ്പോൾ കടയിലേക്ക് കൊണ്ടുപോകും, സൂചേട്ടന് കൊടുക്കും. എൻ്റെ കിട്ടിയവന് ഒരു മധുരപ്രിയനാണ് കേട്ടോ. പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂചേട്ടൻ അമ്മാതിരി ഇഷ്ടമാണ്. പിന്നെ അതേ അച്ഛന് ഞാൻ പപ്പടം വറുക്കുന്നുണ്ട്, മുട്ട വറുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബീട്രൂട്ട് വാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻകറി ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നല്ല വിശാലമായിട്ട് ചോറ് കൊടുത്തു കേട്ടോ. അച്ഛന് ഇലയിൽ ഉണ്ണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തുടങ്ങി അച്ഛൻ ഇലയിൽ ഉണ്ണാനാണ് ഇഷ്ടം. അപ്പോൾ ഇലയിലൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് അച്ഛൻ പോവാണ്ട് തുമ്പിമോളി ടാറ്റയെ കൊടുക്കുന്നുണ്ട്. ഞാനും റെഡി ആയി. അങ്ങനെ അച്ഛൻ്റെ ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് കാര്യത്തിനൊന്നും വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ ദേ കടയിലോട്ട് പോകാൻ പോണേണ്. തുമ്പിക്കുട്ടി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയ തുമ്പി, വെയിലായത് കാരണം തുമ്പിനെ ഞാനേ തൊപ്പിയൊക്കെ വെച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് ഇട്ടിട്ടാണ് പോണത്. നമ്മുടെ ഇന്ദ്രാജി വന്നിട്ട് സുക്രൂനെ എടുത്തോളും. എനിക്കതിന് ശേഷം ഇരിഞ്ഞാലക്കുട വരെ പോകണം, അത്യാവശ്യ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. രാവിലെ തുടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും പറയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.